ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന പദ്യഭാഗത്തിന്റെ തലക്കെട്ട് ലക്ഷ്യം. അസാധ്യമെന്ന് നാം ചിന്തിക്കുന്ന പലവിധ പ്രശ്നങ്ങളുടെ നടുവിലൂടെ തുടങ്ങുന്ന ഈ പദ്യഭാഗം ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ ദൈവത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ഊന്നി പറയുന്ന ആണെന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ. ലക്ഷ്യം അസാധ്യമെന്നു നാം ചിന്തിക്കും പലവിധ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ. അസാധ്യമെന്നു നാം ചിന്തിക്കും പലവിധ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ. ഓർക്കുക, വല്ലപ്പോഴും എല്ലാം കാണുന്നവൻ കേൾക്കുന്നവൻ ക്രിസ്തു. ഓർക്കുക, എല്ലാം കാണുന്നവൻ ക്രിസ്തു, കേൾക്കുന്നവൻ ക്രിസ്തു. ജീവിതം ഒരു ചെറിയ കാര്യം, നീ അവനിൽ ആശ്രയിച്ചാൽ. മനുഷ്യാനിൻ ബുദ്ധി വ്യർത്ഥം, മനുഷ്യാനിൻ ശക്തി നൈമിഷികം. നിന്റെ നാഥൻ ക്രിസ്തുവല്ല എങ്കിൽ. മനുഷ്യാനിൻ ബുദ്ധി വ്യർത്ഥം, മനുഷ്യാനിൻ ശക്തി നൈമിഷികം. നിന്റെ നാഥൻ ക്രിസ്തുവല്ല എങ്കിൽ. പടവുകൾ താണ്ടി മുന്നേറുമ്പോൾ നീ ചിന്തിക്കും, എല്ലാം എന്റെ കഴിവുകൾ. പടവുകൾ താണ്ടി മുന്നേറുമ്പോൾ നീ ചിന്തിക്കും, എല്ലാം എന്റെ കഴിവുകൾ. ലക്ഷ്യം എന്താകിലും നിന്റെ വഴി ദൈവത്തിലൂടെയല്ല എങ്കിൽ. ലക്ഷ്യം വിദൂരതയിലെന്നോർക്കുക. പടവുകൾ താണ്ടി മുന്നേറുമ്പോൾ നീ ചിന്തിക്കും, എല്ലാം എന്റെ കഴിവുകൾ. ലക്ഷ്യം എന്താകിലും നിന്റെ വഴി ദൈവത്തിലൂടെയല്ല എങ്കിൽ. ലക്ഷ്യം വിദൂരതയിലെന്നോർക്കുക. ലക്ഷ്യം എന്ന ഈ കവിതാശകലം എഴുതി ചിട്ടപ്പെടുത്തി ഈ സമക്ഷം അവതരിപ്പിച്ചത് ജോൺ ജോർജ് അഥവാ വിനോദ് വെൺമണി. നന്ദി, നമസ്കാരം.